ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റീസെൻ്റ് ആയിട്ടൊരു ക്രിസ്മസ് എക്സാം ആൻസർ പേപ്പറിൻ്റെ മാർക്ക് റിവീലിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഫുൾ കമൻറ്റ് ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ചിട്ടും ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, സ്റ്റഡി ടിപ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു വീഡിയോ ചെയ്യണം വെച്ചിട്ടായിരുന്നു. ബട്ട് ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്യാനും ഇടാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം എനിക്കത് ലാഗായത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ എനിക്ക് 79 അല്ലെങ്കിൽ 80 മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു മിസ്റ്റേക്കിനാണ് അത് പോയത്. ആൻഡ് അത്രയും മാർക്ക് ഞാൻ എങ്ങനെ സ്കോർ ചെയ്തത്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എഴുതാനും കൂടിയുള്ള സമയം എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ഞാൻ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്തത്, അതിനെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. വലിയ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റഡി ടിപ്സും ഞാൻ വലിയൊരു പടു ആയതുകൊണ്ടും ഉള്ള സ്റ്റഡി ടിപ്സും ഒന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ആൻഡ് ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കുക ഇംഗ്ലീഷ്, അതിൻ്റെ ഗ്രാമർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യല്ല, എങ്ങനെയാണത് പഠിക്കേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ടൈം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യുക എക്സാം എഴുതുന്ന സമയത്ത്. ആകെ നമുക്ക് 2.5 മണിക്കൂറാണ് കിട്ടുന്നത്. ആൻഡ് 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഉണ്ട്. അതിൽ തന്നെ നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും നല്ല അടിപൊളിയായിട്ട് വായിച്ചെടുക്കുക. എല്ലതും ജസ്റ്റ് നോക്കി പോവല്ല, ആ ഫസ്റ്റ് കൊടുക്കും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും പിന്നെ ഓരോ പോയിൻറ്റിൻ്റെ സ്റ്റാൻസും അതൊക്കെ നോക്കുക. അതിലേതൊക്കെ ക്വസ്റ്റ്യൻസാണ് എങ്ങനെയൊക്കെ ബേസ്ഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, ഗ്രാമർ ഏതൊക്കെയുണ്ട്, പിന്നെ അവിടുന്ന് ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവും, അത് നോക്കുക. ലാസ്റ്റ് കുറേ ഓവർ മാർക്കിൻ്റെ കുറേ 6 മാർക്ക് 5 മാർക്ക് 4 മാർക്ക് 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഫുൾ ക്വസ്റ്റ്യൻസ് നോക്കാം. നല്ല വായിച്ച 15 മിനിറ്റിൽ നമ്മളൊരു ക്ലിയർ കൺസെപ്റ്റ് ഉണ്ടാക്കണം. ഏത് ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറിയാം. എല്ലാ ക്വസ്റ്റ്യൻസും ഓർഡറിൽ എഴുതണം എന്നുള്ളത് യാതൊരു റൂളും ഇല്ല. നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, നമുക്കിഷ്ടമുള്ള അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇടണം. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ ആയിരിക്കണം നിങ്ങൾ എഴുതുന്നത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഷെയർ ചെയ്യാം. ഇത് 2025 കഴിഞ്ഞ കൊല്ലത്തെ ഇംഗ്ലീഷ് എക്സാം പേപ്പറായിട്ടായിരുന്നു കേട്ടോ, ബോർഡ് എക്സാമിൻ്റെ. അതിലാദ്യം തന്നെ നമുക്ക് ഒരു സ്റ്റോറിൻ്റെ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് കൊടുക്കും, ചെറിയൊരു പാരഗ്രാഫ്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഒരു പോയം കൊടുക്കും, ഏതെങ്കിലും സ്റ്റാൻസ, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതും നല്ല കട്ടുകട്ടിയുള്ളതൊന്നും കൊടുക്കില്ല കേട്ടോ, നമുക്കറിയാവുന്നതേ കൊടുക്കുള്ളൂ. പിന്നെ ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസാണ് കുറേ ഉണ്ടാവും. ലെറ്റർ, ഇമെയിൽ, ബ്ലർബ്, പിന്നെന്താ അനൗൺസ്മെൻറ്റ്, ഡിബേറ്റ്, അങ്ങനെ ക്യാരക്ടർ സ്കെച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഡിസ്കോഴ്സസ് തന്നെ പലതരം മാർക്കിൽ എന്താ പറയുക, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാവും കൊടുക്കുക. 4 മാർക്കിൻ്റെ കുറച്ച് കൊടുക്കും, 6 മാർക്കിൻ്റെ കുറച്ച് കൊടുക്കും. അങ്ങനെ പിന്നെ 8 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് 2 എഴുതാനുള്ളത്. 6 മാർക്കിൻ്റെ 19 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 5 ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. അതേപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമുക്ക് അത്രയും നന്നായി കോൺഫിഡൻറ്റ് ഉള്ളത് മാത്രം എഴുതാം. പിന്നെ ചിലവരുണ്ടാവും എനിക്കിതിലെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർഡറിൽ എഴുതി പോകുമ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് പിന്നെ ഇങ്ങനെ എഴുതി പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾക്ക് ശരിക്കും എഴുതാനുള്ളത് പോലും എഴുതാനുള്ള ടൈം നമുക്കിവിടെ ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് നമുക്കൊരു പോയം തരും. അത് നമ്മൾ പഠിച്ച ഏതെങ്കിലും പോയത്തിനോട് കമ്പയർ ആയിരിക്കും. അത് നമ്മൾ നമ്മൾ പഠിച്ച പോയം ഇവർ തന്ന പോയം കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു അപ്രിസിയേഷൻ അല്ല, 2 പോയത്തിൻ്റെയും അപ്രിസിയേഷൻ. ഒരു പോയത്തിൻ്റെ നമ്മൾ പഠിച്ച പോയത്തിൻ്റെ അപ്രിസിയേഷൻ നമുക്ക് എന്തായാലും അറിയാം. പിന്നെ അവർ തന്നിട്ടുള്ള പോയം കൂടി വായിച്ചിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ കൂടി മനസ്സിലാക്കി 2ഉം കൂടി കമ്പയർ ചെയ്ത് 2 പോയിട്ടും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനെ പറ്റിയാണ് പറയുന്നത്, അതിൻ്റെ തീം എന്താണ്, അതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരു 8 മാർക്കിന് എഴുതാം. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ കാണാപ്പാഠം പഠിച്ച് വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് പഠിക്കാനുള്ള പോയം നന്നായി വായിക്കുക. ഓരോ ലൈൻ ത്രൂ ഔട്ട് വായിച്ചിട്ട് ഓരോ ലൈനിൻ്റെ ത്രൂ ഔട്ടായിട്ട് ആശയം മനസ്സിലാക്കുക. അതിൻ്റെ അപ്രിസിയേഷൻ കാണാപ്പാഠം പഠിക്കാനൊക്കെ നല്ലത് ആ ഒരു മൊത്തം പോയത്തിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കുക. ആ ഒരു പോയത്തിൻ്റെ ആശയം മനസ്സിലാക്കുക. നമ്മൾ ഓൺ വേർഡ്സിലത് നമുക്ക് എഴുതാൻ പറ്റുന്ന പോലെ നമ്മൾ പഠിച്ച് വെക്കുക. പിന്നെ അതിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്തൊക്കെയാണ്, പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ആ പോയത്തിൻ്റെ ആശയവും പോയറ്റിക് ഡിവൈസസും ഇതൊന്നും മാത്രം പഠിച്ചാൽ പോരാ. ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ ദ പോയം. ഫോർ എക്സാമ്പിൾ എനി വുമൺ ഈസ് റിട്ടൺ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിറ്റിൻ്റെ പേരും കൂടി അവിടെ എഴുതണം തുടക്കത്തിൽ. അപ്പോൾ പോയിറ്റിൻ്റെ പേരും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. എനി വുമൺ എന്ന
പോയത്തിൽ എനി വുമൺ വന്ന പോയം എഴുതിയതാര്, അതിലെത്ര സ്റ്റാൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് ആവും കൊടുക്കാം. എന്നിട്ട് ആ സ്റ്റാൻസ് ഇലാബറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ തേം എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. ആ സ്റ്റാൻസ് തന്നിട്ട് അതിൽ നിന്ന് ഇത് ഏത് പോയമാണ്, ഇത് ഏത് പോയിട്ടാണ് എഴുതിയത്, ഇതിലെന്താണ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അങ്ങനത്തെ ആ ഒരു സ്റ്റാൻസിനോട് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് പരമാവധി ചോദിക്കാം. അപ്പോൾ അത് അത്രയും ഡീപ്പായിട്ട് ഓരോ പോയം നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ എല്ലാ പോയംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന പോയം ആയിട്ട് വലിയ ഇമ്പോർട്ടൻ്റ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ പഠിച്ച ഓരോ പോയം റൈസ് ആയാലും എനി വുമൺ ആയാലും സ്റ്റേമർ ആയാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ടഫാക്കാൻ അവർ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ റൈസെന്നോ അല്ലെങ്കിൽ സ്റ്റേമറിന്നൊക്കെ നല്ല കടുകട്ടിയുള്ള സ്റ്റാൻഡ്സൊക്കെ എടുത്ത് കൊടുത്ത് അതിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മൾ പെടും. അപ്പോൾ എല്ലാതും നല്ല രീതിക്ക് പഠിക്കലാണ് നമ്മളെ എന്താ പറയുക ഒരു ദൗത്യം എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതൊരു സ്റ്റോറിനെ പറ്റി പറയുകയായിരുന്നെങ്കിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പഠിക്കുക എന്ന് പറയുന്നത് അത് എഴുതിയ ആൾ തന്നെയാണ്. അതിലൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും, ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും, ആ ഒരു സ്റ്റോറി നമ്മളോട് ഇലാബറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രീഫ് നോട്ടാക്കി എഴുതാൻ പറഞ്ഞാലും നമ്മൾ ദ സ്റ്റോറി മാച്ച് ബോക്സ് ഇസ് റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ പേര്, ആ ഒരു സ്റ്റോറി എഴുതിയ ആളെ പേര് എന്തായാലും നിർബന്ധമാണ് എഴുതേണ്ടത്. അപ്പോൾ അതാരാണെന്ന് നോക്കി വെക്കുക. പിന്നെ മൊത്തമായിട്ട് ആ ചാപ്റ്റർ വായിക്കുക. ആ ചാപ്റ്റർ വായിക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ആ ചാപ്റ്റർ മൊത്തം മനസ്സിലാക്കിയിട്ട് ഏതൊരു ഡിസ്കോഴ്സ് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആ സ്റ്റോറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതെടുത്ത് ആ ഒരു വായിച്ച ഓർമ്മയിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല തറോ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ സ്റ്റോറിയിൽ എന്തൊക്കെ പറയുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ആൻഡ് അതർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് അതിലുള്ള ക്യാരക്ടേഴ്സ് പഠിക്കുക. അതിലുള്ള ഏതൊക്കെ ക്യാരക്ടേഴ്സാണ്, ഇപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഫീച്ചേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അതും പഠിക്കുക. ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് അവരുടെ ഫീച്ചേഴ്സ് എന്തെങ്കിലും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് എഴുതൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി അവർക്ക് എന്താണ് ഇതിൽ റോള്, പിന്നെ അവർ നമ്മൾക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ആളാണോ, നല്ല ആളാണോ, ചീത്ത ആളാണോ, അതൊക്കെ എഴുതുക. പിന്നെ ആ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നതിൻ്റെ ഇടയിൽ കൂടി ആ സ്റ്റോറി ഒന്ന് തള്ളിവിട്ടാലും മതി. ഒന്ന് ബ്രീഫാക്കിയിട്ടൊന്ന് തള്ളിവിടുക. ആളെ പറ്റി പറയുക, കുറച്ചൊന്ന് ബ്രീഫാക്കി തള്ളിവിടുക. എന്നിട്ട് പിന്നെ ആ ഒരാളെ പറ്റിയിട്ട് ഒന്നും കൂടി ലാസ്റ്റ് അടിയിലൊന്ന് എഴുതുക. ഈ കാര്യങ്ങളൊക്കെയാണ് സ്റ്റോറിയിലും എന്താ പറയുക നമ്മളെ പോയത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഓരോ ചാപ്റ്റർ നല്ല ഡീപ്പായി വായിച്ച് അതിലുള്ള തീം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേ ഡിസ്കോഴ്സസിന് സ്വന്തമായിട്ട് ഓൺ വേർഡ്സിൽ നമുക്ക് തള്ളിവിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നതാണ് ആ ഒരു ഇതിൻ്റെ തീം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിക്കാം. സ്പീച്ച്, അപ്രിസിയേഷൻ ഓഫ് പോയം, കമ്പാരിസൺ ഓഫ് പോയം, പാനൽ ഡിസ്കഷൻ, ബ്ലർബ് റൈറ്റിംഗ്, നരേഷൻ, review of book or film, paragraph, announcement, report of a program, newspaper report, debate, character sketch, job application and resume, job interview, blog, group discussion, editing, profile, letter to the editor, write-up, live TV report, email. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് സാറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി തന്നതാണ്. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേസാക്കി പഠിച്ചാൽ മതി. നമുക്ക് ഓരോ ചാപ്റ്റർ കാണുമ്പോഴും മനസ്സിലാവുമല്ലോ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വരിക എന്നുള്ളത്. നരേഷനും ഇതൊക്കെ എല്ലാത്തിനും വരുന്നതാണ്. ആൻഡ് അനൗൺസ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമീഗോ ബ്രദേഴ്സ് പറഞ്ഞ ചാപ്റ്ററില്ലേ, അതിലൊക്കെ അനൗൺസ്മെൻറ്റ് വരും. അവർ തമ്മിലുള്ള ഫൈറ്റ് ഇതാക്കാനും ഒക്കെ. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അവർ റിങ്ങിൽ കയറാൻ പോകുമ്പോഴുള്ള ഇൻ്റർവ്യൂ, റിങ്ങിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമുള്ള ഇൻ്റർവ്യൂ, അതൊക്കെ നമുക്ക് നടത്താനാണ്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററും നമ്മൾ ബേസ് ആക്കിയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കമ്പാരിസൺ ഓഫ് പോയം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 8 മാർക്കിൻ്റെത്. പിന്നെ ഡിബേറ്റ് എന്തായാലും വരും 4 മാർക്കിന് അങ്ങനെ എന്തെങ്കിലും. അനൗൺസ്മെൻറ്റ് 6 മാർക്കിന് അങ്ങനെ എന്തെങ്കിലും വരും. പിന്നെ ക്യാരക്ടർ സ്കെച്ച് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമ് 8 മാർക്കിന് വരുന്നതായിരിക്കും. അത് ഈ ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രീ മോഡൽ കഴിഞ്ഞല്ലോ, അതിലും 8 മാർക്കിന് തന്നെയാണ് ചോദിച്ചത്. ഇനി പബ്ലിക് മോഡലൊക്കെ എന്താണെന്ന് അറിയില്ല. ആൻഡ് ജോബ് ഇൻ്റർവ്യൂവിനൊക്കെയും ഒന്നും കൂടി ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വയ്ക്കരുത്. നമ്മൾ ചോദ്യം നോക്കിയിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ മാത്രമാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. കൂടെ റെസ്പോൺസും കൂടെ എഴുതണം എന്നുള്ളത് അതിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസും കൂടി എഴുതാതെ നമുക്ക് ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കിട്ടിയ ടൈമിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല വായിച്ച് എന്താണ് അതിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഉത്തരം നൽകേണ്ടതെന്ന് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കാം. ആൻഡ് ഈവൻ ബ്ലർബ് റൈറ്റിംഗ്, എഡിറ്റിംഗ്, പ്രൊഫൈൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിലുള്ളതൊക്കെ കുറേ എണ്ണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്
കുറച്ച് ഇപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ, സ്പീച്ച് അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റ് മാത്രമാണ് ചോദിച്ചാൽ എങ്ങനെ എഴുതാം എന്നുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചൊന്ന് വായിച്ച് നോക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിന്നെ കുറ്റം പറയരുത് കേട്ടോ. പെട്ടെന്ന് എഴുതി പോകുന്നതായിരിക്കും സാറ് നോട്ട്സൊക്കെ തരുന്ന ടൈമിലായിട്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് തരിക. അതൊക്കെ ആണ്ട് മാറ്റി നിർത്തി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുണ്ട് പഠിക്കാം. ആൻഡ് ഓരോന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, പോയം കമ്പാരിസൺ ആയാലും അതൊക്കെ. അപ്പോൾ തീരെ അറിയാത്തവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോകാവുന്നതാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, സ്പീച്ചിൻ്റെ ഫോർമാറ്റ്, ലെറ്ററിൻ്റെ ഫോർമാറ്റ്, ലെറ്റർ ടു ദ എഡിറ്ററിൻ്റെ ഫോർമാറ്റ്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട്, എന്താ പറയുക, എത്ര പേജ് എഴുതണം, ഇന്ന മാർക്കിന് 8 മാർക്കിന് എത്ര പേജ് എഴുതണം, 6 മാർക്കിന് എത്ര പേജ് എഴുതണം എന്നുള്ളതൊക്കെ. ഞാനെങ്ങനെയാണ് എഴുതുന്നതെന്നും ഞാൻ ഏതാണ് പിന്നെ എക്സാമിന് എഴുതി തുടങ്ങുന്നതെന്നും ഞാൻ ഒന്ന് പറയാം. ടൈം മാനേജ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞോ എന്നറിയില്ല. ഞാൻ ജസ്റ്റ് വലിയ മാർക്ക് മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 1 വേർഡ് തന്നെ ഫസ്റ്റ് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതുമ്പോൾ തന്നെ കുത്തിയിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ലാസ്റ്റിലേക്ക് എഴുതാനുള്ള ടൈം തികയൂല. അപ്പോൾ ഞാൻ ലാസ്റ്റ് വരുന്ന 8 മാർക്കിൻ്റെ ആ 2 എണ്ണം ആദ്യം തന്നെ ഞാൻ എഴുതി കംപ്ലീറ്റ് ആക്കി വെക്കാറുണ്ട്. അതാവുമ്പോൾ എൻ്റെ 16 മാർക്ക് എനിക്ക് പോക്കറ്റിലായി. അപ്പോൾ എനിക്ക് ആ ഒരു സമാധാനത്തിലിരിക്കാം. പിന്നെ ഇതൊക്കെ എഴുതിയാണ്ട് വരുമ്പോൾ ലാസ്റ്റ് ആണല്ലോ ഇത്ര മാർക്കിൻ്റെത് എഴുതാണ്ടല്ലോ, അത് ഇത്ര തോനെ എഴുതാണ്ടല്ലോ, ഇനി എനിക്ക് ടൈം തികയുമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്പീഡിൽ എഴുതലും പിന്നെ അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാവും. അതിൽ കുറേ സെൻറ്റൻസ് റിപ്പീറ്റ് ആയിട്ട് ഞാൻ എഴുതും. അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്സ് വരും. അപ്പോൾ അതിലും ബെറ്ററായിട്ട് നിങ്ങൾക്കത് അറിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അത് കുറച്ച് നമ്മൾ പരമാവധി മാക്സിമം സ്പീഡിൽ നല്ലപോലെ നല്ല വൃത്തിയിൽ അതൊന്ന് എഴുതി വെക്കാൻ നോക്കുക. ഫസ്റ്റ് പേജിൽ തന്നെ പരമാവധി വെട്ടും കുത്തൊക്കെ ഒഴിവാക്കാൻ നോക്കുക. 8 മാർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവും അങ്ങനെ രണ്ടാമത്തെ പേജിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ കാല് ഞാൻ എഴുതാറുണ്ട്. 6 മാർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.25 പേജ് അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു പേജിൻ്റെ അപ്പുറം ഒരു പേജിൻ്റെ മുക്കാൽ അല്ലെങ്കിൽ ഫുൾ പേജ് ഞാൻ എഴുതാറുണ്ട്. അതിൽ കുറച്ച് എഴുതും ഞാൻ ചെയ്യും കേട്ടോ. കൂടുതൽ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും എഴുതാറുണ്ട്. പിന്നെ 4 മാർക്കിൻ്റെതൊരു മുക്കാൽ പേജ് എഴുതും. അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതാറുള്ളത് പേജ് നമ്പർ ആയിട്ട്. പിന്നെ 4 മാർക്കിനൊക്കെ അത്രയൊക്കെ മതി. പിന്നെ 2 മാർക്കിൻ്റെത് ഒരു 2-3-4 സെൻറ്റൻസ് 2-3-5 സെൻറ്റൻസ് മതി. അങ്ങനെയൊക്കെയാണ് എഴുതാറുള്ളത്. എന്നാലും എനിക്ക് ടൈം തികയും. ഞാനിപ്പോൾ കൊല്ലങ്ങളായിട്ട് ഈ മാർക്കിന് ഇത്ര പേജാണ് എഴുതാറുള്ളത്. അപ്പോൾ എനിക്ക് ടൈമൊക്കെ മാനേജ് ചെയ്ത് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ എഴുതുന്ന സ്പീഡിനനുസരിച്ചാണ്. പരമാവധി സ്ലോ ആയിട്ടുള്ളവരുണ്ടാവാം, അവർ പരമാവധി സ്പീഡാക്കാൻ നോക്കുക. സ്പീഡാക്കി എഴുതണവർ ഒന്നും കൂടി സ്പീഡാക്കി എഴുതാൻ നോക്കുക. ഹാൻഡ് റൈറ്റിംഗ് കുളമാവരുത്. ലാസ്റ്റത്തും എന്തായാലും കുളവും. ബട്ട് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കുക മാക്സിമം. പിന്നെ ഗ്രാമറും ഡിസ്കോഴ്സസിൻ്റെ ഒക്കെ വീഡിയോ പരമാവധി കാണുക. ഏതെങ്കിലും ചാപ്റ്റർ അറിയാത്തുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്സസ് കണ്ടൊക്കെ മനസ്സിലാക്കുക. ഏതെങ്കിലും ഡിസ്കോഴ്സസിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ ഗ്രാമർ പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന PYQസിൽ നോക്കുക ഏതൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് റിപ്പീറ്റ്. പിന്നെ ഓരോ പോയത്തിൻ്റെയും ഫിഗർ ഓഫ് സ്പീച്ചും പോയറ്റിക് ഡിവൈസസും അതിൻ്റെ തീമൊക്കെ കാണാതിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും 1 ഷോട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ ടൈം കൊണ്ട് അത് നന്നായി ക്ലിയർ ചെയ്ത് തരണ ഏതെങ്കിലും ക്ലാസ് കാണാം. ആൻഡ് ഐ പ്രിഫർ നാച്ചു സാറിൻ്റെ ക്ലാസ് അടിപൊളിയാണ്. സൈലത്തിൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ് അടിപൊളിയാണ്. അപ്പോൾ അത് കണ്ട് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പ്രിഫർ ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് കാണാം. ആൻഡ് അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്. ആൻഡ് ഞാൻ കരുതുന്നു പരമാവധി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടിട്ടുണ്ടോ, നിങ്ങളോട് പറയാൻ മറന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് താഴത്ത് കമൻറ്റായി ചോദിക്കുക. അത് ഞാനൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഡോണ്ട് ബോദർ മൈ പൊട്ടത്തരംസ് ഹിയർ ആൻഡ് സം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ്. അതൊക്കെ വിട്ടിട്ട് ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഇനി നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റഡി ബേസ്ഡ് വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനിയും സ്റ്റഡി ബേസ്ഡ് വീഡിയോസ് ഇതേപോലെ കിട്ടണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവും ഇതേപോലെ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി ടിപ്സ് അറിയാത്തവരും ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പിന്നെയും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ താഴത്ത് രേഖപ്പെടുത്താൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് അടുത്ത എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് താഴെ സജസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് പറയുക. ആൻഡ് അത്രേ ഉള്ളൂ. ഇനിയും നമ്മളുടെ ഫാമിലിയിൽ ഭാഗമാവാത്തൊരു വീഡിയോ കാണുന്നുണ്ടാവാം. അവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലീൻ്റെ ഭാഗമാവുക. ആൻഡ് എല്ലാവരും അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി ഇംഗ്ലീഷിൽ നല്ല സ്കോർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല സ്കോർ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് അടുത്തൊരു സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.